ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 2024 സ്പോർട്സുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ്. 2024 കഴിഞ്ഞു, 2025 ഇപ്പോൾ 2024 ഓരോ മാസങ്ങളിലും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇവൻസുകൾ. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു. ഇനി ഫുട്ബോളിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യൂറോ കപ്പ് ഉണ്ടായിരുന്നു, കോപ്പ അമേരിക്ക ഉണ്ടായിരുന്നു. അതുപോലെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ എല്ലാ വർഷവും നടക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഇവൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തി. പിന്നെ നമ്മൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സുകളൊക്കെ ഉണ്ട്. ICC വേൾഡ് കപ്പ്, ഞാൻ മറന്നൊരു കാര്യമാണ്. ICC 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഇന്ത്യ ചാമ്പ്യന്മാരായിട്ടുള്ള ഒരു ടൂർണമെന്റ് അല്ലേ, അതൊക്കെ നടന്നൊരു വർഷമാണ്. ഒരുപാട് കായിക മാമാങ്കങ്ങൾ നടന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. സോ നമ്മൾ ഓരോ മാസത്തിലെയും നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഇവന്റ്സും അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ അതിൽ ആദ്യം ജനുവരി മാസത്തിൽ പ്രധാനപ്പെട്ട ഇവന്റ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള, നമ്മൾ ജനുവരിയിലെ മുഴുവൻ സ്പോർട്സും പറയുന്നില്ല. നമ്മളൊരു ഒരു റിവൈൻഡ് ആണ്. 2024 ഒന്ന് തിരിച്ചു പോവുകയാണ്. അവിടെ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ പറയുന്നത്. സോ ആദ്യം നമ്മൾ ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പൊ ജനുവരി മാസത്തിൽ ആദ്യം പറയാനുള്ളത് ഫിഫ ദി ബെസ്റ്റ് അല്ലെ, ഫുട്ബോളിന്റെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള, ഫുട്ബോളിന്റെ ഔദ്യോഗിക സംഘടനയായിട്ടുള്ള ഫിഫ നൽകുന്ന കഴിഞ്ഞ അതായത് 2023 വർഷത്തിൽ മികച്ച പ്രകടനത്തിന് ഫിഫ നൽകുന്ന പുരസ്കാരമാണ് ഫിഫ ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫിഫ ദി ബെസ്റ്റ് 2023 ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. അർജന്റീനിയൻ ഇതിഹാസമായിട്ടുള്ള ലയണൽ മെസ്സിക്കാണ് ഫിഫ ദി ബെസ്റ്റ് ലഭിച്ചത്. മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ഐറ്റാന ബോൺമാറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2024 2 തവണ ഫിഫ ദി ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡിസംബറിലും കൊടുത്തിട്ടുണ്ട്, ഒന്ന് നമ്മുടെ ജനുവരിയിലും കൊടുത്തിട്ടുണ്ട്. ജനുവരിയിൽ എന്ന് പറഞ്ഞാൽ 2023 പ്രകടനത്തിനാണ്. എന്നാൽ 2024 മികച്ച പ്രകടനത്തിനാണ് എന്ത്, ഡിസംബറിൽ, ഈ കഴിഞ്ഞ വർഷം അവസാനത്തിൽ കൊടുത്ത ഫിഫ ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാറിപ്പോവരുത്. സോ 2023 ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ലയണൽ മെസ്സിക്കാണ്. മികച്ച വനിതാ താരമാരാണ്, ഐറ്റാന ബോൺമാറ്റിയാണ്. സ്പാനിഷ് താരമായിട്ടുള്ള FC ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി മത്സരിക്കുന്ന ഐറ്റാന ബോൺമാറ്റിയാണ്. ആ ക്ലബ്ബൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് മാത്രം പറഞ്ഞതാണ്. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? ICC അവാർഡ്സ് എന്ന് പറയുമ്പോൾ ക്രിക്കറ്റിലെ 2023 മികച്ച പ്രകടനത്തിന് ക്രിക്കറ്റിന്റെ സംഘടനയായിട്ടുള്ള, ഔദ്യോഗിക സംഘടനയായിട്ടുള്ള ICC നൽകുന്ന പല കാറ്റഗറി പുരസ്കാരങ്ങളുണ്ട്. മികച്ച 2020 പ്ലെയർ ആരാണ്, മികച്ച ODI പ്ലെയർ ആരാണ്, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ ICCയുടെ നമുക്കറിയാം, ക്രിക്കറ്റിൽ പ്രധാനമായിട്ട് 3 ഫോർമാറ്റ് ആണുള്ളത് അല്ലേ. 2020 ഉണ്ട്, 50 ഓവർ ക്രിക്കറ്റ് ഉണ്ട്, പിന്നെ ടെസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 ഫോർമാറ്റ് ആണ് ക്രിക്കറ്റിനുള്ളത് പ്രധാനമായിട്ടും. പിന്നെ പല ഫോർമാറ്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും ജനറലി നമ്മളിപ്പോൾ കറന്റ് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള 3 കാറ്റഗറീസ് ആണ് 2020, 50 ഓവർ, ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ 3 ഫോർമാറ്റിലും കമ്പൈൻ ചെയ്തിട്ട്, ഈ 3 ഫോർമാറ്റിലും മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരത്തിന് നൽകുന്ന മികച്ച വനിതാ ക്രിക്കറ്റർ ആരാണ്? നാറ്റ് സിവർ ബ്രണ്ടാണ്. ഇംഗ്ലണ്ട് താരമായിട്ടുള്ള നാറ്റ് സിവർ ബ്രണ്ട് എന്ന് പറയുന്ന പ്ലെയറിനാണ് ICC വിമൻസ് ക്രിക്കറ്റർ ഓഫ് 2023 ലഭിച്ചിട്ടുള്ളത്. സോ ആ ഒരു ട്രോഫിക്ക് പറയുന്ന പേരാണ് റേച്ചൽ ഹേഹ്യൂ ഫ്ലിന്റ് ട്രോഫി. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ICCയുടെ 2023 മികച്ച പ്രകടനത്തിന് 2024 മികച്ച വനിതാ ക്രിക്കറ്റ് താരത്തിനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ്? നാറ്റ് സിവർ ബ്രണ്ട് എന്ന് പറയുന്ന ഇംഗ്ലണ്ടുകാരിക്കാണ്. അതുപോലെ പുരുഷന്മാരുടെ കാറ്റഗറിയിൽ ഈ 3 കൂടി കമ്പൈൻ ചെയ്തിട്ട് മികച്ച പുരുഷ താരമാരാണ്? പാറ്റ് കമിൻസ് ആണ്. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമിൻസിനാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്? ഈ ഒരു ICCയുടെ മികച്ച പുരുഷ താരം എന്ന് പറയുന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അതുപോലെ ഈ നമ്മൾ ഇവിടെ 1-2 പോയിന്റ്സ് കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ODI കാറ്റഗറിയിലാണെങ്കിൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് വിരാട് കോഹ്ലിക്കും
അതുപോലെ തന്നെ അതായത് മികച്ച ODI കാറ്റഗറിയിലെ പുരുഷ താരം ആരാണ്? അതായത് ODI എന്ന് പറയുമ്പോൾ 50 ഓവർ ക്രിക്കറ്റിലെ മികച്ച പുരുഷ താരം വിരാട് കോഹ്ലി ആയിരുന്നു. 2020 ഫോർമാറ്റിലെ മികച്ച പുരുഷ താരം ഇന്ത്യയുടെ സൂര്യകുമാർ യാദവ് ആയിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെന്നീസിൽ ഒരു വർഷത്തിൽ പ്രധാനമായിട്ടും 4 ഗ്രാൻഡ് സ്ലാം നടക്കും. സോ അതിൽ ആദ്യം നടക്കുന്ന ഗ്രാൻഡ് സ്ലാം ആണ് ഇത് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. സോ ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 വിജയ് എന്ന് പറയുന്ന ആരാണ്? യാനിക് സിന്നർ ആണ്. ഇറ്റലിക്കാരനായിട്ടുള്ള യാനിക് സിന്നർ. അദ്ദേഹം തന്റെ ആദ്യ ഗ്രാൻഡ് സ്ലാം കരസ്ഥമാക്കുകയാണ്. സോ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവാരാണ്? യാനിക് സിന്നർ ആണ്. വനിതകളിലാണെങ്കിൽ ആരാണ്? അരിയാന സബലങ്ക എന്ന് പറയുന്ന വനിതയുമാണ് വനിതകളിൽ വിജയ് എന്ന് പറയുന്നത്. സോ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഒരു വർഷത്തിലെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളിൽ ആദ്യം നടക്കുന്ന ടൂർണമെന്റ് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുന്നത്. ഗ്രാൻഡ് സ്ലാം ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ. അതിലെ ചാമ്പ്യൻ പുരുഷ താരം ആരാണ്? യാനിക് സിന്നറും വനിതാ ചാമ്പ്യൻ ആരാണ്? അരിയാന സബലങ്കയുമാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഇന്ത്യയിലെ ചെസ് റാങ്കിങ്ങിൽ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് ഒന്നാമതെത്തിയ താരമാണ് ആർ പ്രജ്ഞാനന്ദയാണ് വിശ്വനാഥൻ ആനന്ദിനെ മറികടന്നിട്ട് ഒന്നാമതെത്തിയ താരം എന്ന് പറയുന്നത്. അതുപോലെ ടെന്നീസിൽ നമ്പർ 1 ആകുന്ന ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹൻ ബോപ്പണ്ണയാണ്. ഡബിൾസ് റാങ്കിങ്ങിലാണ് കേട്ടോ. ടെന്നീസിൽ ഡബിൾസിൽ പല കാറ്റഗറി ഉണ്ടല്ലോ, മിക്സഡ്, ഡബിൾസ്, സിംഗിൾസ്, ഇങ്ങനെ പല കാറ്റഗറി ടെന്നീസിലുണ്ട്. സോ അതിൽ പുരുഷ ഡബിൾസ് കാറ്റഗറിയിൽ 1ാം സ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രായമേറിയ താരം എന്ന റെക്കോർഡ് നേടിയതാരാണ്? ഇന്ത്യക്കാരനായിട്ടുള്ള രോഹൻ ബോപ്പണ്ണയാണ്. സിംഗിൾസിൽ ഏറ്റവും പ്രായം കൂടിയ 1ാം നമ്പർകാരൻ എന്ന് പറയുന്ന ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. സോ അതാണ് ഇവിടെ പറയാനുള്ളത്. ഇനി ഫെബ്രുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്? 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം. ഏഷ്യൻ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂറോ കപ്പ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന മത്സരമാണ് അല്ലെ, ഫുട്ബോൾ മത്സരമാണ്. ഏഷ്യൻ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ആ ഒരു ഏഷ്യൻ ഭൂഖണ്ഡത്തിലുള്ള രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഇത് ഏഷ്യൻ കപ്പ് എന്ന് പറയുന്നത്. സോ ഏഷ്യൻ കപ്പിന്റെ ചാമ്പ്യൻസ് ആരാണ്? ഖത്തറാണ് ചാമ്പ്യൻസ്. അതുപോലെ ആഫ്രിക്കൻ നേഷൻസ് കപ്പ്, നേരത്തെ പറഞ്ഞ പോലെ ഏഷ്യൻ കപ്പ് ഏഷ്യയിലാണെങ്കിൽ ആഫ്രിക്കൻ നേഷൻസ് കപ്പ് എവിടെയാണ്? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. സോ അവിടെ ചാമ്പ്യൻസ് ആരാണ്? നൈജീരിയയെ തോൽപ്പിച്ചുകൊണ്ട് ഐവറി കോസ്റ്റ് ആണ് ചാമ്പ്യൻസ്. അതുപോലെ ഈ ചാമ്പ്യൻസ് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഹോസ്റ്റും ചെയ്തിട്ടുള്ളത്. അതായത് 2024 ഏഷ്യൻ കപ്പ് ഹോസ്റ്റ് ചെയ്തതും ഖത്തറാണ്. എന്നാൽ 2024 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഹോസ്റ്റ് ചെയ്തു ആരനെയാണ്? വേദിയായതും ആരനെയാണ്? ഐവറി കോസ്റ്റ് ആണ്. ഇവർ തന്നെയാണ് എന്തുമായിട്ടുള്ളത്? ചാമ്പ്യൻസും ആയിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കാൻ സുഖമാണ്. പിന്നെ യുവേഫ വനിതാ നേഷൻസ് ലീഗ്, യൂറോപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലീഗ് മത്സരമാണ് യുവേഫ നാഷൻസ് ലീഗ് എന്ന് പറയുന്നത്. സോ അതിൽ വനിതകളുടെ ചാമ്പ്യൻസ് ആയിട്ടുള്ളത് സ്പെയിൻ ആണ്. അണ്ടർ 19 ഏകദിന ലോകകപ്പ് ഫൈനൽ ഇന്ത്യയെ കീഴടക്കി കിരീടം നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ്. അപ്പോൾ അണ്ടർ 19 ക്രിക്കറ്റിൽ, പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടിയ രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. ക്ലിയർ ആണല്ലോ? ഓസ്ട്രേലിയ. ഇനി മാർച്ചിലെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ, മാർച്ചിൽ സന്തോഷ് ട്രോഫി, ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആഭ്യന്തര ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. സോ സന്തോഷ് ട്രോഫിയിൽ സർവീസ് ആണ് ചാമ്പ്യൻസ്. ഇപ്പോൾ ബംഗാള് റീസെന്റ് ആയിട്ട് കേരളത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാൾ ചാമ്പ്യൻസ് ആയിട്ടുണ്ട്. എന്നാൽ ഇത് അതിനു മുൻപ് 2023-24 സീസണിലെ 77ാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ആരാണ്? ഗോവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സർവീസസ് ആണ്. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയെ തോൽപ്പിച്ച് കിരീടം നേടിയത് ആരാണ്? മുംബൈ ആണ്. അപ്പോൾ സന്തോഷ് ട്രോഫി ഇന്ത്യയിൽ നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ആണെങ്കിൽ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ്, ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റ് ആണ് രഞ്ജി ട്രോഫി. അതിലെ ചാമ്പ്യൻസ് ആരാണ്? മുംബൈ ആണ്. വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ഡൽഹിയെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി കിരീടം നേടിയത്. അപ്പൊ IPL എന്ന് പറയുമല്ലോ, ഇന്ത്യൻ പ്രീമിയർ ലീഗ്, വളരെ പ്രശസ്തമായിട്ടുള്ള ക്രിക്കറ്റ് ലീഗാണ് IPL എന്ന് പറയുന്നത്. സോ അതിന്റെ വനിതകളുടെ എഡിഷൻ ആണ് ഇത് വനിതാ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. ഈ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആരാണ് ചാമ്പ്യൻസ് ആയിട്ടുള്ളത്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ആണ്. അപ്പോൾ വനിതാ പ്രീമിയർ ലീഗിൽ ഡൽഹിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചാമ്പ്യൻസ് ആയ ടീമാണ് ആര്? ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് എന്ന് പറയുന്നത്.
ഇനി ഏപ്രിൽ മാസത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, രോഹൻ ബോപ്പണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ ഡബിൾസിൽ 1ാം സ്ഥാനത്ത് നിന്ന് ഏറ്റവും പ്രായം കൂടിയ താരമാണ് രോഹൻ ബോപ്പണ്ണ. എന്നാൽ സിംഗിൾസ് കാറ്റഗറിയിൽ 1ാം റാങ്കുകാരൻ എത്തിയിട്ടുള്ള ഏറ്റവും പ്രായം കൂടിയ താരമാണ് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്ന സെർബിയക്കാരൻ. പുരുഷ ടെന്നീസിലെ പ്രായമേറിയ 1ാം റാങ്കുകാരൻ ആരാണ്? സെർബിയക്കാരനായിട്ടുള്ള നൊവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം നേടിയ പുരുഷ താരം എന്ന റെക്കോർഡ് ഇരിക്കുന്നത്. 2023-24 ഐ ലീഗ് ഫുട്ബോൾ കിരീടം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലെ 2nd ഡിവിഷൻ ലീഗാണ് ഐ ലീഗ് എന്ന് പറയുന്നത്. ഐ ലീഗിൽ വിജയിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? നമ്മുടെ ISL ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രൊമോഷൻ ലഭിക്കും. സോ ഐ ലീഗ് ചാമ്പ്യൻസ് ആരാണ്? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. സോ 2023-24 സീസണിലെ ഐ ലീഗ് ചാമ്പ്യൻസ് ആരാണ്? മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ്. 2023-24 ISL ലീഗ് ഷീൽഡ് ജേതാക്കളെ ആരാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു ISL ഷീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീമിനാണ് എന്ത് ലഭിക്കുക? ISL ഷീൽഡ് ട്രോഫി ലഭിക്കുക. എന്നാൽ ISL ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ അവരല്ല. ISL ചാമ്പ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സെമി ഫൈനലും ഫൈനൽ കളിച്ച് അങ്ങനെ നോക്കൗട്ട് കളിച്ച് ചാമ്പ്യൻസ് ആവുന്നതാണ് ISL ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. ISL ഷീൽഡ് ട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോക്കൗട്ടിന് മുൻപ് ഗ്രൂപ്പ് സ്റ്റേജ് ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ ടീമിനാണ് ISL ഷീൽഡ് ട്രോഫി ലഭിക്കുക. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റിനാണ്. ഓക്കെ, ഇനി ISL ജേതാക്കൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ISL ഷീൽഡ് ട്രോഫി ലഭിച്ചതാർക്കാണ്? മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്. ഇനി കാൻഡിഡേറ്റ്സ് ടെസ്റ്റ് ടൂർണമെന്റിൽ ജേതാവായി ഇന്ത്യയുടെ 17-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ. ഇപ്പോൾ ഡി ഗുഗേഷ് അല്ലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുണ്ട് അല്ലെ. ഡിങ് ലിറാനെ തോൽപ്പിച്ചുകൊണ്ടാണ് എന്തായിട്ടുള്ളത്? ചാമ്പ്യൻ ആയിട്ടുള്ളത്. സോ ആ ഡി ഗുഗേഷ് അങ്ങനെ ചലഞ്ചർ ഒരു ഓൺലി 1 മാച്ച് ആയിരുന്നു. അപ്പോൾ ഈ ഡി ഗുഗേഷ് ക്വാളിഫൈ മാച്ച് കളിച്ചിട്ടാണ് ഈ ഒരു കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫൈ മാച്ച് കളിച്ചിട്ടാണ് ലിങ് ഡിറാനുമായി ബന്ധപ്പെട്ട് ആ ഒരു ഫൈനൽ മത്സരം ഉണ്ടായത്. സോ ഈ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിൽ ജേതാവായിട്ടുള്ള 17-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ ആണ് ആര്? ദൊമ്മരാജു ഗുഗേഷ് എന്ന് പറയും. ദൊമ്മരാജു ഗുഗേഷ്. ഇനി ലോറിയസ് അവാർഡ്. ലോറിയസ് അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായിക നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ലോറിയസ് അവാർഡ്. അതിൽ മികച്ച പുരുഷ താരമാരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ്. മികച്ച വനിതാ താരമാരാണ്? ഐറ്റാന ബോൺമാറ്റി ആണ്. ഇവർക്ക് തന്നെ ഈ ഒരു ഐറ്റാന ബോൺമാറ്റിക്ക് ഒരുപാട് പുരസ്കാരം 2024 ലഭിച്ചിട്ടുണ്ട്. ബാലൻഡ്യൂർ ലഭിച്ചിട്ടുണ്ട്. ഫിഫ ദിവസ് 2 തവണ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ലോറിയസ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബെസ്റ്റ് മെൻസ് പ്ലെയർ നൊവാക് ജോക്കോവിച്ച് ടെന്നീസ് താരം 5ാം തവണയാണ് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? ഈ പറയുന്ന ലോറിയസ് പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സിൽ സമ്മാന തുക നൽകുന്ന ആദ്യ കായിക സംഘടനയാണ് വേൾഡ് അത്ലറ്റിക് അസോസിയേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സമ്മാന തുക നൽകുന്ന ആദ്യ കായിക സംഘടനയായിട്ട് മാറുന്ന വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ്. അസോസിയേഷൻ ഓർ ഫെഡറേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി മെയ് മാസത്തിലെ കാര്യമാണ്. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ISL ഷീൽഡ് ട്രോഫി മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ആണ്. എന്നാൽ നോക്കൗട്ട് എല്ലാം കളിച്ചിട്ട് ISL ട്രോഫി ലഭിച്ചത് ആർക്കാണ്? മുംബൈ സിറ്റി FC ആണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ തോൽപ്പിച്ചുകൊണ്ടാണ് മുംബൈ സിറ്റി ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. 2024 മെയ്യിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം കുറിച്ച മലയാളി താരമാണ് ആശാ ശോഭന. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് ആര്? ആശാ ശോഭന. ഓക്കെ, ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആശാ ശോഭന എന്ന് പറയുന്ന മലയാളി താരം. അപ്പോൾ അതാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഒരുപാട് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ UNO ആഹ്വാനം ചെയ്തതെന്നാണ്? മെയ് 25 ലോക ഫുട്ബോൾ ദിനം മെയ് 25. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം. 2024 മെയ് മാസത്തിലായിരുന്നു ഇന്ത്യയുടെ ലെജൻഡ് അല്ലേ, ഇന്ത്യയുടെ ഫുട്ബോളിൽ ഒരു ലെജൻഡ് ആയിട്ടുള്ള സുനിൽ ഛേത്രി ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചത്. അപ്പോൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് ആര്? സുനിൽ ഛേത്രി എന്ന് പറയുന്നത്. അതുപോലെ യുവേഫ യൂറോപ്പ ലീഗ്. ഓക്കെ, യൂറോപ്പിലെ പ്രധാനപ്പെട്ട യൂറോപ്പിന്റെ
ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിലല്ല യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഫുട്ബോൾ സംഘടനയാണ് യുവേഫ. സോ യുവേഫ യൂറോപ്പ ലീഗ് കിരീടം നേടിയത് ഏതാണ്? അറ്റ്ലാന്റയാണ്. അത്ര വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. യുവേഫ യൂറോപ്പ ലീഗ് കിരീടം നേടിയത് അറ്റ്ലാന്റയാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് IPLന്റെ 2024 സീസണിൽ ചാമ്പ്യൻസ് ആരാണ്? കൊൽക്കത്തയാണ്. റണ്ണേഴ്സ് അപ്പ് ആരാണ്? സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഈ ഒരു IPLനെ കുറിച്ചും പല ഇവന്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു റിവൈൻഡ് ആണ്, നമ്മളൊരു മാരത്തോൺ പോലെ പെട്ടെന്ന് നമ്മളൊരു പെട്ടെന്ന് നോക്കുക, ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിലുള്ള ഒരു ക്ലാസ് ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ചും പറയാത്തത്. സോ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ചാമ്പ്യൻസ് ആരാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്തയുടെ 3ാം കിരീടം. റണ്ണേഴ്സ് അപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ഇനി ജൂണിലോട്ട് വരികയാണെങ്കിൽ ജൂണിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു ICC 2020 വേൾഡ് കപ്പ്. അതിൽ ചാമ്പ്യൻസ് ഇന്ത്യയായിരുന്നു. ദക്ഷിണാഫ്രിക്കയെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ചാമ്പ്യൻസ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി, നേരത്തെ പറഞ്ഞ യൂറോപ്പ ലീഗ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച സംഘടനയായിട്ടുള്ള യുവേഫ സംഘടിപ്പിക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ്. സോ അതിൽ ചാമ്പ്യൻസ് ആരാണ്? റിയൽ മാഡ്രിഡ് ആണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആയിട്ടുള്ള ഫ്രഞ്ച് ഓപ്പണിൽ ചാമ്പ്യൻസ് ആരാണ്? കാർലോസ് അൽക്കാരസ് ആണ്. വനിതകളിലാണെങ്കിൽ ആരാണ്? ഇഗാ സ്വിയാടെക് ആണ്. ഇതൊരു PSC എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് കേട്ടോ, ഇഗാ സ്വിയാടെക്കിനെ കുറിച്ചിട്ട്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പൺ വനിതകളിലെ വിജയി ആരാണ്? ഇഗാ സ്വിയാടെക് ആണ്. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് ആരാണ്? ഇന്ത്യയാണ്. സൗത്ത് ആഫ്രിക്കക്കെതിരെയാണ് ഈ ഒരു സ്കോർ ഇന്ത്യ നേടുന്നത്. അപ്പോൾ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ടീം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ആയതുകൊണ്ടാണ് ഈ പോയിന്റ് പറയുന്നത്. ആർക്കെതിരെയാണ്? സൗത്ത് ആഫ്രിക്കക്ക് എതിരെയാണ് നേടിയിട്ടുള്ളത്. ഇത് ജൂലൈ മാസത്തിലാണെങ്കിൽ വിംബിൾഡൺ. ഓക്കെ, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് വിംബിൾഡൺ. അപ്പൊ വിംബിൾഡണിൽ ആരാണ് ചാമ്പ്യൻ? പുരുഷന്മാരിൽ കാർലോസ് അൽക്കാരസ്, സ്പാനിഷ് താരമായിട്ടുള്ള കാർലോസ് അൽക്കാരസ്. വനിതകളിലാണെങ്കിൽ ആരാണ്? ബർബോറ ക്രജിക്കോവ, ചെക്ക് റിപ്പബ്ലിക്കാരിയാണ്. ബർബോവ ക്രജിക്കോവ എന്ന് പറയുന്ന ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് വനിതകളുടെ വിജയം എന്ന് പറയുന്നത്. ഇനി യൂറോ കപ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏഷ്യൻ കപ്പും ആഫ്രിക്കൻ നേഷൻസ് കപ്പും പറഞ്ഞല്ലോ, അതുപോലെ യൂറോ കപ്പ് എന്നാണ് യൂറോപ്പിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫുട്ബോൾ ടൂർണമെന്റ് ആണ് യൂറോ കപ്പ്. സോ അതിൽ ചാമ്പ്യൻസ് സ്പെയിൻ ആണ്. അതുപോലെ റണ്ണേഴ്സ് അപ്പ് ആരാണ്? ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ തങ്ങളുടെ 4ാമത്തെ യൂറോ കിരീടം സ്വന്തമാക്കുന്നത്. അതുപോലെ കോപ്പ അമേരിക്ക എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അർജന്റീന ചാമ്പ്യൻസ് ആയിട്ടുള്ള, അർജന്റീന തുടർച്ചയായ 2ാം തവണയാണ് കോപ്പ അമേരിക്ക ചാമ്പ്യൻസ് ആവുന്നത്. കഴിഞ്ഞ തവണയും അർജന്റീന തന്നെയായിരുന്നു കോപ്പ അമേരിക്ക ചാമ്പ്യൻസ്. റണ്ണേഴ്സ് അപ്പ് ആരാണ്? കൊളംബിയയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇനി പാരീസ് ഒളിമ്പിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നില മാത്രമേ പറയുന്നുള്ളൂ. 1 സിൽവറും 5 ബ്രോൺസും ആയിരുന്നു ഇന്ത്യയുടെ സമ്പാദ്യം. 71ാം സ്ഥാനത്താണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഫിനിഷ് ചെയ്തത്. ഓക്കെ, USA ആയിരുന്നു ഫസ്റ്റ് ഉണ്ടായിരുന്നത്. 71ാം സ്ഥാനമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇന്ത്യയുടെ 1 സിൽവർ, അത് നീരജ് ചോപ്ര ജാവലിൻ ത്രോയിലായിരുന്നു. ബാക്കി 5 ബ്രോൺസും ആയിരുന്നു ഇന്ത്യയുടെ നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ കൂടി കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മളൊരു ക്വിക്ക് റിവിഷൻ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് പറയാത്തത്. ഇനി ഓഗസ്റ്റ് മാസത്തിൽ അങ്ങനെ പ്രധാനപ്പെട്ട ഇവന്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. സെപ്റ്റംബർ മാസത്തിൽ ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായതാരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ഇന്ത്യയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പുരാതന ഫുട്ബോൾ ടൂർണമെന്റ് ആണ് ഡ്യൂറന്റ് കപ്പ്. സോ അതിൽ ചാമ്പ്യൻസ് ആയതാരാണ്? നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ്. ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? നിത എന്ന് പറയുന്നത്. മലയാളിയാണ്. ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? നിത. ഓക്കെ, ലോക കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ പൂർത്തിയാക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായിട്ട് നിത മാറുന്നുണ്ട്. പ്രഥമ കേരള ലീഗ് കിരീടം നേടിയ ടീം ഏതാണ്? കൊല്ലം സെയിലേഴ്സ് ആണ്. അതായത് ഈ കൊല്ലം സെയിലേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളത്തിലെ ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആദ്യമായിട്ട് കേരള ക്രിക്കറ്റ് ലീഗ് സംഘടിപ്പിച്ചിരുന്നു. സോ അതിൽ ചാമ്പ്യൻസ് ആരാണ്? കൊല്ലം സെയിലേഴ്സ് ആണ്. 45ാമത് ഫിഡെ ചെസ് ഒളിമ്പിയാഡിൽ ഓപ്പൺ വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പിയാഡിൽ ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ചെസ് ഒളിമ്പിയാഡ് എന്ന് പറയുന്നത്. സോ അതിൽ
ഓപ്പൺ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ, അതായത് 1ാം സ്ഥാനം നേടിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യ വേൾഡ് ചെസ് ഒളിമ്പ്യാഡിൽ എന്താവുന്നത് 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത്. സോ നെക്സ്റ്റ് US ഓപ്പൺ ആണ്. ഒരു വർഷത്തിലെ അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആണ് US ഓപ്പൺ. യാനിക് സിന്നർ ആണ് പുരുഷ വിജയി, അരിയാന സബലങ്കയാണ് വനിതാ വിജയ് അല്ലെ. ആദ്യ ഗ്രാൻഡ് സ്ലാം ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഓപ്പണിലും അവസാന ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ആയിട്ടുള്ള US ഓപ്പണിലും സെയിം വിജയികളാണ്. പുരുഷന്മാരിലെ ഇറ്റലിക്കാരനായുള്ള യാനിക് സിന്നർ ആണ്. വനിതകളിലാണെങ്കിൽ ആരാണ്? അരിയാന സബലങ്കയും ആണ്. ഇനി പാരാ ഒളിമ്പിക്സ് ആണെങ്കിൽ നമ്മൾ 71ാം സ്ഥാനത്താണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ ഫിനിഷ് ചെയ്തത്. എന്നാൽ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 18ാം സ്ഥാനമാണ്. ഓക്കെ, 18ാം സ്ഥാനത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത്. ഇന്ത്യയുടെ മെഡൽ സമ്പാദ്യമായിരുന്നു 29 മെഡലുകൾ. അതിൻ്റെ ഒരു സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ്: 7 സ്വർണം, 9 വെള്ളി, 13 ബ്രോൺസ്, വെങ്കലം. 7 സ്വർണം, 9 വെള്ളി, 13 ബ്രോൺസ്, ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ 29 മെഡലാണ് ഓൾറെഡി ആ ഒരു പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത്. 18ആയിരുന്നു ഇന്ത്യയുടെ പൊസിഷൻ. 18ാം സ്ഥാനമാണ് ഇന്ത്യക്ക് പാരാ ഒളിമ്പിക്സിൽ ലഭിച്ചത്. പാരീസ് ഒളിമ്പിക്സിലാണെങ്കിൽ ഏതാണ്? 71ാം സ്ഥാനമാണ് ലഭിച്ചത്. ഒക്ടോബറിലേക്ക് വരുവാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ഇറാനി ട്രോഫി. ഇറാനി ട്രോഫി എന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ്. സോ അതിലും മുംബൈ ആണ് ചാമ്പ്യൻസ്. അപ്പോൾ രഞ്ജി ട്രോഫിയിലും ഇറാനി ട്രോഫിയിലും മുംബൈ ആണ് ചാമ്പ്യൻസ്. അന്താരാഷ്ട്ര T20യിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയുമായ താരമാരാണ്? സഞ്ജു വി സാംസൺ ആണ്. ഓക്കെ, സഞ്ജു വി സാംസൺ. ക്ലിയർ ആണല്ലോ. അന്താരാഷ്ട്ര T20യിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറും മലയാളിയുമായുള്ള താരമാണ് ആര്? സഞ്ജു വി സാംസൺ. അതുപോലെ അടുത്തൊരു പോയിന്റ് ഇവിടെ പറയുന്നുണ്ട്, ICC ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? നീതു ഡേവിഡ് ആണ്. സെക്കൻഡ് വുമൺ ആണ്. ICCയുടെ ഹോൾ ഓഫ് ഫെയിമിൽ ഇടം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരിയാണ് ആര്? നീതു ഡേവിഡ് എന്ന് പറയുന്നത്. ഡയാന എഡുൽജി ആണ് ഒന്നാമത്തെ കേട്ടോ. ഡയാന എഡുൽജി ആണ് ഒന്നാമത്തെ ക്രിക്കറ്റ് താരം എന്ന് പറയുന്നത്. ഇനി 2024 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡ് ആണ്. 2024 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ന്യൂസിലൻഡ് ആണ്. അപ്പോൾ പുരുഷ T20 ലോകകപ്പ് ജേതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി. ഇവിടെ 2024 വനിതാ T20 ലോകകപ്പ് ജേതാക്കൾ എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ്? ന്യൂസിലൻഡ് ആണ്. ന്യൂസിലൻഡ്. ബാലൻഡിയോർ, ഫ്രഞ്ച് മാഗസിൻ ആയിട്ടുള്ള ബാലൻഡിയോർ നൽകുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മെൻസ് പ്ലെയർ ആരാണ്? സ്പാനിഷ് താരമായിട്ടുള്ള റോഡ്രിയാണ്. അപ്പോൾ ഫ്രഞ്ച് മാഗസിൻ ആയിട്ടുള്ള ബാലൻഡിയോർ നൽകുന്ന മികച്ച ഫുട്ബോൾ താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ബാലൻഡിയോർ. സോ അതിൽ റോഡ്രിക്കാണ് മികച്ച പുരുഷ താരം. എന്നാൽ വനിതകളിൽ നമ്മൾ പഠിച്ച ഐറ്റാന ബോൺമാറ്റിക്കാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി നവംബറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നവംബറിലെ പ്രധാനപ്പെട്ട ഇവന്റുകളാണ്. 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ആരാണ്? ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ആണ്. ഈ ഒരു പാരീസ് ഒളിമ്പിക്സിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ ആണ് 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. പിന്നെ കേരള സൂപ്പർ ലീഗ്, നേരത്തെ നമ്മൾ കേരള ക്രിക്കറ്റ് ലീഗ് പറഞ്ഞു, കൊല്ലം സെയിലേഴ്സ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ആ ഒരു ലീഗ്. ഇനി കേരളത്തിലെ ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് കേരള സൂപ്പർ ലീഗ്. സോ അതിൽ ചാമ്പ്യൻസ് ആരാണ്? കാലിക്കറ്റ് FC ആണ്. ഫോഴ്സ കൊച്ചിയാണെന്ത്? റണ്ണേഴ്സ് അപ്പ്. കാലിക്കറ്റ് FC ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി? ഫോഴ്സ കൊച്ചിയെ പരാജയപ്പെടുത്തി. അപ്പോൾ കേരള സൂപ്പർ ലീഗ് 2024 ചാമ്പ്യൻസ് ആരാണ്? കാലിക്കറ്റ് FC ആണ്. കാലിക്കറ്റ് FC. ഫോർമുല 1 റേസിംഗിൽ തുടർച്ചയായ 4ാം തവണയും ലോക ചാമ്പ്യൻ ആരാണ്? മാക്സ് വേർസ്റ്റപ്പൻ ആണ്. മാക്സ് വേർസ്റ്റപ്പൻ എന്ന് പറയുന്ന താരമാണ് ഫോർമുല 1 റേസിംഗ്, കാറോട്ട മത്സരമാണ് ഫോർമുല 1. സോ അതിൽ തുടർച്ചയായ 4ാം തവണയും ലോക ചാമ്പ്യൻ ആരാണ്? മാക്സ് വേർസ്റ്റപ്പൻ ആണ്. 2024 IPL താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ആരാണ്? ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള ഋഷഭ് പന്ത് ആണ്. 27 കോടി രൂപക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത്. സോ 2024 IPL താരലേലം നടന്ന് 2024 നവംബർ മാസത്തിലായിരുന്നു. സോ അതിൽ ഏറ്റവും മൂല്യമുള്ള താരമായിട്ട് IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മൂല്യമേറിയ താരമായിട്ട് ആര് മാറുന്നുണ്ട്? ഋഷഭ് പന്ത് മാറുന്നുണ്ട്. 27 കോടിക്കാണ് ലക്നൗ സൂപ്പർ ജയൻസ് ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയത്. ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ് ആര്? ഋഷഭ് പന്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിസംബറിലേക്ക്, ഏറ്റവും അവസാന മാസമായ ഡിസംബറിലേക്ക് വരുവാണെങ്കിൽ
സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് കിരീടം ആരാണ്? മുംബൈക്കാണ് ലഭിച്ചത്. സെയ്ദ് മുഷ്താഖ് അലി. അപ്പോൾ മുംബൈയുടെ ഒരു നല്ല വർഷമാണ്, ക്രിക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മുംബൈക്ക് നല്ല വർഷമാണ്. രഞ്ജി ട്രോഫി നേടി, ഇറാനി ട്രോഫി നേടി. ഇപ്പൊ ഏതാണ് നമ്മുടെ മധ്യപ്രദേശിനെ തോൽപ്പിച്ചുകൊണ്ട് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയും നേടിയിട്ടുണ്ട്. പ്രഥമ വനിത അണ്ടർ-19 ഏഷ്യ കപ്പ് കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. പ്രഥമ വനിത അണ്ടർ-19 ഏഷ്യ കപ്പ് ചാമ്പ്യൻസ് ആരാണ്? ഇന്ത്യയാണ്. പിന്നെ ഫിഫ ദി ബെസ്റ്റ്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇത്തവണ ഈ ഒരു 2024 2 തവണ ഫിഫ ദി ബെസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ 2024 സീസണിലെ പ്രകടനത്തിനാണ് ഈ വിനീഷ്യസ് ജൂനിയറിന്. മെസ്സിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിച്ച 2024 തുടക്കത്തിൽ പ്രഖ്യാപിച്ച ഫിഫ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ 2023 സീസണിലാണ്. അതിലെ പ്രകടനം നോക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. 2024 പ്രകടനത്തിന് വിനീഷ്യസ് ജൂനിയർ, ബ്രസീലിയൻ താരമായിട്ടുള്ള വിനീഷ്യസ് ജൂനിയറിനാണ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. വനിതകളിൽ അപ്പോഴും ആര് തന്നെയാണ്? ഐറ്റാന ബോൺമാറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലെയും വനിതാ കാറ്റഗറിയിൽ ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഐറ്റാന ബോൺമാറ്റിക്കാണ്. കൂടാതെ ലോറിയസ് പുരസ്കാരം, ബാലൻഡിയോർ പുരസ്കാരം ഇതൊക്കെ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ഐറ്റാന ബോൺമാറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ ഈ 2024 സ്പോർട്സ് ഭാഗത്ത് ഓരോ മാസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കറണ്ട് അഫയേഴ്സ് ആണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു പോസ്റ്ററിൽ കാണുന്ന നിരവധി നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ 5 തൊപ്പി അല്ലേ, അതായത് പ്രധാനപ്പെട്ട CPO, വുമൺ CPO, IRB, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാൻ തുടങ്ങിയ കാറ്റഗറിയിലേക്കൊക്കെ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്ലൈ ചെയ്യാൻ സമയമുണ്ട്, എന്നാലും നിങ്ങൾ വൈകാതെ തന്നെ അപ്ലൈ ചെയ്യുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബാച്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് 8590202323 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇതുപോലെ ഓരോ ടോപ്പിക്സും കറണ്ട് അഫയേഴ്സും മറ്റേത് ടോപ്പിക്സ് ആണെങ്കിലും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന് വിളിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസും അതുപോലെ മറ്റുള്ള കാര്യങ്ങളും കോഴ്സ് ഫീ സ്ട്രക്ചറും കോഴ്സിൻ്റെ സ്ട്രക്ചറും ഒക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നല്ലൊരു അവസരമാണ് 2025. ഒരുപാട് നോട്ടിഫിക്കേഷൻ തുടക്കത്തിലേ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യൂണിഫോം പോസ്റ്റ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.